അടുത്തൊന്നും ആറി തണുക്കുമെന്ന് തോന്നുന്നില്ല. ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ പുതിയ വിവരങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എന്തൊക്കെയോ തിരിമറി നടന്നു എന്നതിനപ്പുറം കാര്യങ്ങൾ ക്ലിയറായി പലർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാലോ. ആദ്യം ഓർക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആഗോള അയ്യപ്പ സമയത്താണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന് വെൽക്കാൻ നൽകിയ 2 പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. കൊടുത്ത സാധനം കാണാനില്ല എന്നൊരു സ്പോൺസർ പറയുമ്പോൾ സ്വാഭാവികമായും അത് അത്ഭുതപ്പെടുത്തും. നമ്മൾ പിന്നീട് എന്ത് കണ്ടു? അത് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തും. ഇനി രണ്ടാമത്തെ കാര്യം, അത് ഈ തിരിമറിയെ കുറിച്ചുള്ള ദേവസ്വം ബോർഡിന്റെ അറിവാണ്. കാണാനില്ല എന്ന കാര്യം അറിഞ്ഞിട്ടും ഇത് പുറത്തു പറഞ്ഞത് ദേവസ്വം ബോർഡല്ല, ഇത് കോടതി കണ്ടെത്തിയതാണ്. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ നാൾ വഴിയിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകാം. ആദ്യം ശ്രദ്ധിക്കേണ്ട വർഷം അത് 1998 സെപ്റ്റംബർ 4 UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമലയുടെ ശ്രീകോവിലും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പിടിപ്പിക്കാൻ അനുമതി തേടുന്നു. ദേവസ്വം ബോർഡ് അതിന് അനുമതി നൽകുന്നു. അതായത് പോറ്റിക്ക് ദ്വാരപാലക ശില്പം നൽകുന്നതിന് 20 വർഷം മുൻപ് തന്നെ സ്വർണം പിടിപ്പിച്ചിട്ടുണ്ട് വിജയ് മല്യ. അടുത്ത തീയതി ശ്രദ്ധിക്കണം, അത് 2019 ജൂലൈ 6 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി രംഗത്തേക്ക് വരികയാണ്, അനുമതി തേടുകയാണ്. ദേവസ്വം ബോർഡ് അനുമതിയും നൽകുന്നു. അന്ന് ദേവസ്വം ബോർഡ് നൽകിയ കത്തിൽ പറയുന്നത് 12 കോപ്പർ പ്ലേറ്റ്സ് എന്നാണ്. അതായത് ആ കത്തിലൂടെ ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുകയാണ് അത് ചെമ്പ് പാളികളാണ് എന്ന്. ഇനി അടുത്ത തീയതി അത് 2019 ജൂലൈ 19 ഈ പാളികളെല്ലാം ദേവസ്വം ബോർഡ് അഴിച്ചെടുക്കുന്നു, സന്നിധാനത്ത് വെച്ച് തൂക്കി നോക്കുന്നു. അപ്പോൾ ഭാരം 42 കിലോ 80 ഗ്രാം ആണ്. ഇനി ഈ തൊട്ടടുത്ത ദിവസം, അതായത് ജൂലൈ 20 പാളികൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുകയാണ്. നോക്കണം, 12 പാളികളാണ് പോറ്റിക്ക് കൈമാറിയത്. ഈ ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടെ പോകേണ്ടതാണ്, പക്ഷേ കൂടെ പോയിരുന്നില്ല. ഇതിന്റെ തീയതിയൊക്കെ നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്, മിന്നൽ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി 2000 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുകയാണ്. ഇനി അടുത്തത് 2019 ഓഗസ്റ്റ് 29 അതിൽ 39 ദിവസം കഴിഞ്ഞ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ പാളികൾ എത്തുകയാണ്. അപ്പോൾ ഈ 39 ദിവസം എവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നതെന്ന ചോദ്യമുണ്ട്. ചെമ്പ് പാളികളാണ് അവിടേക്ക് എത്തിയത്, അതായത് ചെന്നൈയിലെ ഈ കമ്പനിയിലേക്ക് എത്തിയത് ചെമ്പ് പാളികളാണ് എന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD പങ്കജ് ഭണ്ഡാരി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്ന് അവിടെ വെച്ച് തന്നെ തൂക്കം നോക്കുമ്പോൾ ഭാരം 38 കിലോ ആണ്, 38.25 കിലോ, അതായത് 4.5 കിലോയുടെ കുറവ് അതിൽ കാണുകയാണ്. സ്വർണം വീണ്ടും പൂശുന്നു, അപ്പോൾ ഭാരം വീണ്ടും തൂക്കുന്നു, അപ്പോൾ അത് 38 കിലോ 653 ഗ്രാമായി ഉയരുകയാണ്. അതായത് സ്വർണം പൂശുമ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം കൂടുകയാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട തീയതി അത് 2019 സെപ്റ്റംബർ 11 സെപ്റ്റംബർ 11 എന്ന് പറയുമ്പോൾ അത് തിരുവോണ ദിവസമാണ്. പാളികളുമായി പോറ്റി കേരളത്തിലേക്ക് വരികയാണ്, ദേവസ്വത്തിന് കൈമാറുന്നു. അന്ന് രാത്രി ശബരിമലയുടെ നട അടച്ച ശേഷം ശില്പത്തിൽ ഈ പാളികൾ ചേർക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കേരളത്തിലേക്ക് ഇതുമായി കൊണ്ടുവരുന്ന വഴിക്ക് പലയിടത്തും പോറ്റി ഇത് പ്രദർശിപ്പിച്ച വിവരങ്ങൾ, ദൃക്സാക്ഷികളൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഈ വർഷമാണ് 2025 സെപ്റ്റംബർ 7 അതിൽ പാളികളിൽ മങ്ങൽ കാണുന്നു. അങ്ങനെ വീണ്ടും സ്വർണം പൂശാൻ പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അന്ന് സ്പെഷ്യൽ കമ്മീഷണറായ R. ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകുകയാണ്. ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് ഈ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയാണ് കോടതി ഈ വിഷയത്തിലേക്ക് വരുന്നത്. 2025 സെപ്റ്റംബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുകയാണ് താൻ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് താങ്ങായി 2 പീഠങ്ങൾ കൂടി നൽകിയിരുന്നു. ആ പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ് പോറ്റി തന്നെ രംഗത്ത് വരികയാണ്. പിന്നീടാണ് വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. സെപ്റ്റംബർ 27 ഇതേ പീഠങ്ങൾ സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, 20 വർഷം കൊണ്ട് എങ്ങനെയാണ് സ്വർണം ചെമ്പായി മാറിയത്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരാധനാലയത്തിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ കഴിയുമോ? ഇല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പ്രൈം 7
ചോദ്യങ്ങൾ ഇതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് ഇനി ഉന്നയിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരം വന്ന വഴി ഏതാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ സ്പോൺസറായി മാറിയത്? ഉത്തരമാണ് നമ്മൾ തേടുന്നത്. സന്നിധാനത്ത് ചില ഉന്നതർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ പേരുകൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന സൂചനയുമുണ്ട്. ചില ഉന്നതർ ഉടൻ കുടുങ്ങുമെന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കാമെന്ന തീരുമാനമെടുത്തത് ആരാണെന്ന് കണ്ടെത്തിയാൽ ഇതിന് ഉത്തരം നമുക്ക് ലഭിക്കുമല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, നമുക്കൊരു തെറ്റു പറ്റി, ഇത്രയും വലിയ വിവാദമുണ്ടായി, പിന്നെയും നമ്മൾ ആ തെറ്റ് ചെയ്താൽ അത് അബദ്ധമല്ല, അത് ആ ആവർത്തനം മനഃപൂർവ്വമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ പല ദുരൂഹതകളും ഉണ്ടായിട്ടും 2025-ൽ, അതായത് ഇത്തവണ വീണ്ടും എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ അറ്റകുറ്റപ്പണിക്ക് സമീപിച്ചത്? അത് അങ്ങോട്ട് വിളിച്ച് അഭ്യർത്ഥിക്കുക കൂടിയായിരുന്നു. അതിന് ഒരു ഉത്തരം ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നുണ്ട്. കേൾക്കാം. ആധികാരികമായ സ്ഥാപനമാണ് ചെന്നൈയിലുള്ളത്. അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആധികാരികമായ സ്ഥാപനത്തിൽ 40 വർഷത്തെ വാറണ്ടി ഉണ്ട്. ആ 40 വർഷത്തെ വാറണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഈ ഉണ്ണികൃഷ്ണൻ പേറ്റിയുടെ പേരിലാണ്. ഉണ്ണികൃഷ്ണൻ പേറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ്, ഈ 40 വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഉയർന്നത്. അതായത് പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണെന്ന്. അതെങ്ങനെയാണ് ശരിയാവുക? ക്വസ്റ്റ്യൻ നമ്പർ 3, വാറണ്ടി വേണ്ടത് ദേവസ്വം ബോർഡിന്റെ പേരിലല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, മറ്റൊരു ചോദ്യമാണ്. ദേവസ്വം ബോർഡിന് എന്തിനാണ് ഒരു ഇടനിലക്കാരൻ? കഴിഞ്ഞ ഓഗസ്റ്റിൽ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോയപ്പോൾ അറ്റകുറ്റപ്പണിക്കായി വേണ്ടി വന്നത് വെറും 19 ഗ്രാം സ്വർണമാണ്. 19 ഗ്രാം എന്ന് പറയുമ്പോൾ 2-2.5 പവൻ. ഈ 2.25 പവൻ കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് സ്വന്തം നിലയ്ക്ക് കഴിയില്ലേ? മണ്ഡലകാലത്ത് ശബരിമലയിൽ 1 മണിക്കൂറിൽ സന്നിധാനത്ത് ഇത്രയും സ്വർണം, ഇതിനുള്ള പണം ലഭിക്കില്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു ഇടനിലക്കാരൻ? എന്തായാലും വളരെ വൈകിയാണെങ്കിലും ഈ വസ്തുത, അതായത് ഇടനിലക്കാരൻ വേണ്ട എന്ന ഒരു ബോധ്യം ദേവസ്വം ബോർഡിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടും ദേവസ്വം ബോർഡിന്റെ നിലപാടും 1998-ലാണ് വിജയമല്ലൈ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എൻ്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിൻ്റെ കാര്യമാവട്ടെ, തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ച അന്വേഷിക്കട്ടെ. ഇനി എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് വലുതാക്കി കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ, ഞാൻ എൻ്റെ കാര്യം സത്യസന്ധമായും സുതാര്യമായും പറഞ്ഞു. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച കോടതി ബോധ്യപ്പെടുത്തിയല്ലോ. കോടതി ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആരോപണങ്ങളെല്ലാം നീളുന്നത് ദേവസ്വം ബോർഡിലേക്കാണ്. പക്ഷേ മറുപടി പറയേണ്ടത് ഇന്നത്തെ പ്രസിഡന്റ് PS പ്രശാന്ത് ആണോ? അല്ല, അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. ആരോപണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ പ്രതിരോധിക്കാനുള്ള ശ്രമം മുൻ അധ്യക്ഷന്മാർ നടത്തിയിരുന്നു. പക്ഷെ അത് പരസ്യ വാക്പോരിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. ക്ഷേത്ര മുതലിന് അറ്റകുറ്റപ്പണി വേണ്ടി വന്നാൽ അത് ക്ഷേത്ര പരിസരത്ത് തന്നെ നടത്തണമെന്ന് ദേവസ്വം മാനുവൽ മുൻനിർത്തി K അനന്തഗോപൻ പറയുന്നു. ഈ ഭരണിപാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം ടെമ്പിൾ പ്രമിസസിൽ വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായ നിർദ്ദേശം അതിൽ പറയുന്നുണ്ട്. അനന്തഗോപന്റെ ഈ പ്രതികരണം സൂചിപ്പിച്ചപ്പോൾ A പത്മകുമാറിന്റെ മറുപടിയും നമ്മൾ കേൾക്കേണ്ടതാണ്. ദേവപ്രശ്നം പറ്റപ്പോഴാണ് 18-ാം പടിക്ക് മേലെ സ്ലൈഡിങ് പാടില്ല എന്ന് പറഞ്ഞു. എൻ്റെ കാലത്ത് അത് പൊളിച്ചു. അതെങ്ങനെയാണ് പിന്നെ പണിഞ്ഞത്? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ലല്ലോ. ഞാൻ നടത്തിയിട്ടില്ലല്ലോ. വേറെ ചില പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തിയില്ലേ? ആരുടെ കെയർ ഓഫിലാണ് വിദേശയാത്ര നടത്തിയത്? ആരുടെ കെയർ ഓഫിൽ നടത്തിയ വിദേശയാത്രകളാണെങ്കിലും ആ പണം വന്ന വഴിയൊക്കെ അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും ശബരിമല മാസ്റ്റർ പ്ലാനും ആഗോള അയ്യപ്പ സംഘവും ഒക്കെ എല്ലാവരും 2 കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം അയ്യപ്പന്റെ ഉള്ള മുതൽ സംരക്ഷിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ഓരോ മണിക്കൂറിലും പുതിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. നോക്കാം പ്രൈം ഷോട്ടിൽ. ശബരിമലയിലെ
സ്വർണ്ണപ്പാളി വിവാദം പോലീസ് അന്വേഷിച്ചേക്കും. അയ്യപ്പ ഭക്തൻ ഡിജിപിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് സാധ്യത. പരാതിയെ ഡിജിപിക്ക് കൈമാറി. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ദേവസ്വം വിജിലൻസ് മൊഴിയെടുക്കുന്നു. CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണപ്പാളിയുടെ ഉദ്ഘാടകനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്ഷണം സ്വീകരിച്ച നടൻ ജയറാം. ചടങ്ങ് 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്ഥിരീകരിച്ച ജയറാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് ഇടപാടുകളിൽ അട്ടിമുട്ടി ദുരൂഹത. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്നത് ലക്ഷങ്ങളുടെ ഇടപാട്. വിനീത് ജെയിനിന്റെ പങ്കിലും സംശയങ്ങൾ.